ദാ ഇതാണ് കേട്ടോ നമ്മുടെ കുക്കുംബർ ടോണർ. ഞാൻ അധികം വന്നത് ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ 30 മിനിറ്റിന് ശേഷം അരിച്ചെടുത്ത് മാറ്റിയ റൈസ് വാട്ടർ ടോണറാണിത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫേസ് ടോണർ നമ്മുടെ ഡ്രൈയും ഡാമേജ് ആയ സ്കിന്നിനെയൊക്കെ ഒന്ന് ഹൈഡ്രേറ്റഡ് ന്യൂട്രിയൻ്റ് ഒക്കെ ആക്കും അല്ലേ. pH ബാലൻസ് ചെയ്യും, നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ബ്രൈറ്റ് ആക്കുകയും നമ്മുടെ ലാർജ് ഓപ്പൺ പോർസിനെയൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഈ പോർസിലെ മെയിൻ പ്രശ്നമാണ് നമ്മുടെ മേക്കപ്പ് ചെയ്തതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ ഒന്ന് അടിഞ്ഞുകൂടും. അതുപോലെ നമ്മുടെ ഡസ്റ്റ്, ഡെഡ് സെൽസ് ഇതെല്ലാം ഒന്ന് പുറത്തെടുക്കാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഒരു ഫേസ് ടോണർ. അപ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ ഒരു ഫേസ് ടോണർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് കുറച്ച് ഹാർഷ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ആൽക്കഹോൾ പോലുള്ളതൊക്കെ ഇത് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കുകയും നമ്മുടെ പിമ്പിളൊക്കെ ഒന്ന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ടോണർ ചെയ്യുന്നതെങ്കിൽ പിമ്പിൾ ഉണ്ടാക്കി തരുമായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള രണ്ട് വെറൈറ്റി ടൈപ്പ് ആയിട്ടുള്ള ഫേസ് ടോണറാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ കുക്കുംബർ ടോണറാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളിതൊരു വട്ടത്തിൽ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെക്കണം. ഇതിപ്പം ഒരു വലിയ കുക്കുംബറാണ്, ഞാൻ ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ. ഇതാണ് നമ്മൾ സ്ലൈസ് ആക്കി വെച്ചിരിക്കുന്ന കുക്കുംബർ. ഇത് കണ്ടില്ലേ, വളരെ തിന്നായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്രയും തിന്നായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ നമ്മളിനി കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് ഈ ഒരു കപ്പ് വെള്ളം തിളപ്പിക്കാൻ പോവാണേ. ഒരു സോസ് പാനിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. തിളക്കുമ്പോഴത്തേക്കും നമ്മളിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു കുക്കുംബർ ഇതിലേക്ക് ഇട്ടിട്ട് അടച്ചു വെക്കുക. അടച്ചിട്ട് മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും വെക്കണം. ഞാനിവിടെ 30 മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് നോക്കാം. ഇതിപ്പം വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണേ. ഇതിലേക്ക് നമ്മുടെ ഈ ഒരു കുക്കുംബർ ഓരോന്നായിട്ട് ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കുകയാണേ. കട്ട കുത്തിയിടണ്ട, ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് മൂടി വെക്കുകയാണ്. മൂടി വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ആ ഒരു ഹോളൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. നമ്മളിതൊന്ന് ഓഫ് ചെയ്തിട്ടേക്കുന്ന ഫ്ലെയിമാണേ. ഇതൊന്ന് മൂടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് എങ്കിലും വെക്കണം. ഞാൻ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളെ ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്ത് കാണിച്ചു തരാം. ചൂടാറിയ ശേഷം കേട്ടോ ഞാൻ അരിച്ചു മാറ്റിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 30 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതൊന്ന് അരിച്ചെടുത്തിട്ട് ആ ഒരു വെള്ളം ചൂടാറിയ ശേഷം ചെറിയൊരു ബോട്ടിലേക്ക്, സ്പ്രേ ബോട്ടിലേക്ക് ആക്കി വെക്കാം. എനിക്കിതാ ഇത്രയും ഇതിൽ നിന്ന് ടോണർ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കുവാണേ. ഇതാണ് കേട്ടോ നമ്മുടെ കുക്കുംബർ ടോണർ. ഞാൻ അധികം വന്നത് ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു സ്പ്രേ ബോട്ടിലും കൂടെ ആക്കിയിട്ടുണ്ട്. ഞാൻ ഇനി ഇതൊന്ന് മുഖത്ത് സ്പ്രേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കുക്കുംബർ ടോണർ ഞാനൊന്ന് സ്പ്രേ ചെയ്യാൻ പോവാണേ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ബെസ്റ്റ് ടോണറുകളിൽ ഒന്നാണ് കേട്ടോ ഈ ഒരു ക്യൂക്കംബർ സ്കിൻ ടോണർ. ഇത് കൂളിംഗ് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുന്ന ഇറിറ്റേഷൻസും വേദനയൊക്കെ മാറ്റാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇത് ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മൾ സൂര്യപ്രകാശം അധികമായിട്ട് എക്സ്പോഷർ ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന ഈ ഒരു സ്കിന്നിൽ ഉണ്ടാവുന്ന ആ ഒരു ഡാമേജ് ഒക്കെ മാറ്റാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. സ്കിന്നിന്റെ ടെക്സ്ചറും ഫേമേഴ്സും മെച്ചപ്പെടുത്തുകയും റേഡിയന്റ് കോംപ്ലക്ഷൻ നൽകുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മോയ്സ്ചർ നിലനിർത്തിക്കൊണ്ട് തന്നെ പോർസ് എല്ലാം ടൈറ്റൻ ചെയ്ത് ചുരുക്കി ഓയിൽ പ്രൊഡക്ഷനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ സ്കിന്ന് അട്രാക്റ്റഡ് ആക്കും. ഈ ക്യൂക്കംബർ ഫേസ് ടോണർ ആക്നെ പ്രോൺ സ്കിന്നുകാർക്കും അതുപോലെ ഓയിലി സ്കിന്നുകാർക്കും ഏറ്റവും ബെസ്റ്റ് ആണ്. എല്ലാ സ്കിന്നുകാർക്കും ഉപയോഗിക്കാം, എന്നാൽ ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ ഈ 2 കാര്യങ്ങളുള്ളവർക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് എല്ലാ ദിവസവും നമ്മൾ 2 നേരമാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്, മോർണിംഗും നൈറ്റും. ഈ 2 നേരവും നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഫേസ് വാഷ് ഇടുക. അതല്ലെങ്കിൽ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾ ഓട്സ് പൊടിച്ച് വെച്ചിട്ട് അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് കഴുകി കളഞ്ഞാൽ മതി. ഏറ്റവും ബെസ്റ്റ് ആണ്, നല്ല റിസൾട്ട് തരും. സ്കിൻ കോംപ്ലക്ഷൻ ഒക്കെ ഒന്നുകൂടെ ഒന്ന് ഇൻക്രീസ് ചെയ്യാനായിട്ട് നല്ലതാണ്. അപ്പം അത് ചെയ്യുക. അപ്പം മൈൽഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ചെയ്ത് സ്കിൻ ഒന്ന് ഡ്രൈ ആക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് റൈസ് വാട്ടർ ടോണറാണ് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോണറാണ് ഇത്. ഇത് നമുക്ക് 1/2 കപ്പ് റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 1 കപ്പാണ് കേട്ടോ, 250 ml ഒരു കപ്പാണിത്. ഇതിൽ ഞാൻ 1/2 കപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ 1/2 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിരുന്നത്. 1/2 കപ്പ് അരി ഏതാണെങ്കിലും മതി. ഞാൻ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാനൊന്ന് 2 തവണ വാഷ് ചെയ്തിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുവാണേ.
ഏകദേശം 30 മിനിറ്റ് എങ്കിലും ഇത് നമ്മളൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ എന്തായാലും 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിന്റെ വാട്ടർ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ 30 മിനിറ്റിന് ശേഷം അരിച്ചെടുത്ത് മാറ്റിയ റൈസ് വാട്ടർ ടോണറാണിത്. ഞാൻ ഇന്നലെ തന്നെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, കറണ്ട് പോയത് കൊണ്ട് ഞാൻ പിന്നെ എടുത്തില്ല. അപ്പം ഞാൻ അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച ശേഷമാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത്. ഇതാണ് നമ്മുടെ റൈസ് വാട്ടർ ടോണർ. ഈസി അല്ലേ? ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക, അരിച്ചു മാറ്റുക, 30 മിനിറ്റ് കഴിഞ്ഞിട്ട് റൈസ് വാട്ടർ ടോണർ റെഡിയായി. ഒരുപാട് കെമിക്കൽ ഉള്ളതൊന്നും വാങ്ങി നമ്മൾ ഉപയോഗിക്കണ്ടല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ടോണർ. ഇത് നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റ്നസ് നൽകുന്നതിനോടൊപ്പം തന്നെ സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കുന്നു. കണ്ണിലെ പഫിനെസ് ഒക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്നത് മൂലം നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ, സൺടാനും ഒക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആക്കാനും ആന്റി ഏജിങ്ങിനെ പ്രിവെന്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലാർജ് ഓപ്പൺ പോർസിനെയൊക്കെ മിനിമൈസ് ചെയ്ത് ഗ്ലാസ് ടൈപ്പ് സ്കിൻ തരുന്നുണ്ട്. ഇത് ഡെയിലി യൂസ് ചെയ്യണം. രാവിലെയും രാത്രിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നേരത്തെ കുക്കുംബറിന്റെ ടോണറിൽ പറഞ്ഞതുപോലെ തന്നെ ഫേസ് വാഷ് ചെയ്ത ശേഷം നമ്മളതൊന്ന് ഡ്രൈ ആക്കി അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു ടോണർ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ 2 ടൈപ്പ് ടോണറാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക. ഏതാണോ സ്കിന്നിന് സ്യൂട്ട് ആവുന്നതെന്ന് തോന്നുന്നത് അത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത ശേഷം 5 മിനിറ്റ് എങ്കിലും കഴിഞ്ഞിട്ടേ നമ്മൾ ഇതിലേക്ക് സിറമോ മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 1, 2, 3 എന്നുള്ള സ്റ്റെപ്പ് വൈസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതെന്തായാലും ശ്രദ്ധയിൽ വെക്കണം. അപ്പൊ ഇത് ചെയ്യുവാണെങ്കിൽ ഈ ലാർജ് ഓപ്പൺ പോർസ് ഉള്ളവർക്കൊക്കെ നല്ലൊരു ഹെൽപ്പ് ആവുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് റെമഡീസ് ഒക്കെ ആയിട്ട് കാണാം. ബൈ ബൈ.